അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇന്ന് നമുക്ക് സീറ അൻ-നബവിയ്യയുടെ 16-ാമത്തെ ഭാഗമാണ് മനസ്സിലാക്കാനുള്ളത്. കഫാലത്തു ജദ്ദിഹി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും അതുപോലെ ഹിൽഫുൽ ഫുദൂൽ വരെയുള്ള ഭാഗമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന വഫാത്തായതോടെ 6 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിതാമഹനായ അബ്ദുൽ മുത്തലിബാണ് ഏറ്റെടുത്തത്. അദ്ദേഹത്തിനാകട്ടെ പേരക്കുട്ടിയോട് പ്രത്യേകിച്ചും വളരെയധികം സ്നേഹവും കരുതലും അദ്ദേഹം പ്രകടിപ്പിച്ചു. സ്വന്തം മക്കൾക്ക് പോലും നൽകാത്ത ബഹുമാനം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി എന്നുള്ളതാണ് പ്രത്യേകത. കഅബയുടെ സമീപത്ത് തൻ്റെ ഇരിപ്പിടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം സ്നേഹത്തോടെ ഇരുത്തുമായിരുന്നു. ഇനി അബ്ദുൽ മുത്തലിബിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഒരുപാട് പറയാനുണ്ട്. അതിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഈ പേരക്കുട്ടിക്ക് വലിയൊരു ഭാവിയുണ്ട് എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. എന്നിട്ട് തൻ്റെ കൂടെ ഇരുത്തുകയും പ്രത്യേകം തലോടുകയും പ്രത്യേക പരിഗണന നൽകുകയും ചെയ്തിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അബ്ദുൽ മുത്തലിബ് വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് ഏകദേശം 8 വയസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8 വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് വഫാത്തായി. വഫാത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റൊരു പിതാമഹനായ അബൂ താലിബിനെ ഏൽപ്പിച്ചു. അബൂ താലിബിൻ്റെ സംരക്ഷണത്തിൽ കഴിയാൻ വേണ്ടി അബൂ താലിബിനോട് അത് വസിയത്ത് ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായി. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ വലിയ ഇഷ്ടമായിരുന്നു. സ്വന്തം മക്കളേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം സ്നേഹിച്ചു. പക്ഷേ അബൂ താലിബ് പാവപ്പെട്ടവനാണ്, ദരിദ്രനാണ്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെക്കൊണ്ട് കഴിയുന്ന അത്ര പരിഗണനയും പ്രാധാന്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം നൽകി. തൻ്റെ യാത്രകളിലും ഭക്ഷണത്തിലും വിശ്രമത്തിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും അദ്ദേഹം കൂട്ടിയിരുന്നു. ഒരിക്കൽ ഷാമിലേക്കുള്ള ഒരു യാത്രയിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 12 വയസ്സാണ്. 12 വയസ്സായപ്പോൾ അബൂ താലിബിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാമിലേക്ക് വ്യാപാര യാത്ര പോയി. അവിടെ വെച്ച് ബഹീറ എന്ന് പറയുന്ന ഒരു സന്യാസിയെ കണ്ടുമുട്ടി. യാത്രക്കിടെ ബഹീറ എന്ന ആ സന്യാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രവാചകത്വത്തിൻ്റെ ചില അടയാളങ്ങൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അബൂ താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കേണ്ടതിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രദ്ധിക്കേണ്ടതിൻ്റെയും ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടുകളെ മേഞ്ഞിരുന്നു. ഷാമിൽ നിന്ന് മടങ്ങിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപജീവനത്തിനായി ആടുകളെ മേയിച്ചു. അവിടുന്ന് പറഞ്ഞു, ആടുകളെ മേയ്ക്കാത്ത ഒരു പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആടുകളെ മേയ്ക്കാത്ത ഒരു പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരായ ആളുകളുടെ ആടുകളെ ഒരുപാട് നോക്കാൻ വേണ്ടി ചെറിയ പ്രതിഫലത്തിന് ഏറ്റെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ പ്രതിഫലമാണ് ലഭിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടുകളെ മേച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടുകളെ മേച്ചതിൻ്റെ ഹിക്മത്തായി ധാരാളം കാര്യങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, പണ്ഡിതന്മാർ പറയുന്നത് ഉത്തരവാദിത്ത ബോധം വളർത്താൻ ആടുമേക്കൽ കൊണ്ട് സാധിക്കുമെന്നാണ്. മറ്റൊന്ന്, ക്ഷമയും സഹനവും പരിശീലിപ്പിക്കാൻ അതിന് കഴിയുമെന്നാണ്. ജനങ്ങളെ നയിക്കാനുള്ള ലീഡർഷിപ്പ്
അത് മുഖേന കിട്ടുമെന്നാണ്. അതുപോലെ അധ്വാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടും. വിനയവും ലാളിത്യവും ആടിനെ വളർത്തുന്നവർക്കും അതിനെ നോക്കുന്നവർക്കുമൊക്കെ മേയുന്നവർക്കുമൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റഅൽ ഗനം, ആടിനെ മേയ്ക്കാത്ത ഒരു പ്രവാചകനെയും അല്ലാഹു അയച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രമേൽ പ്രാധാന്യമായിരുന്നു ആടുകളെ നോക്കലും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജോലി നിർവഹിച്ചു എന്ന് ഹദീസുകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല സ്വന്തം അധ്വാനത്തിൻ്റെ മഹത്വം അതിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാ അക്കല അഹദുൻ തആമൻ ഖത്തു ഖൈറ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരു മനുഷ്യനും സ്വന്തം കൈകൊണ്ട് സമ്പാദിച്ചതിനേക്കാൾ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ സ്വഹീൽ ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇതിലൂടെ ഇസ്ലാം അധ്വാനത്തിനും അനുവദനീയമായത് എന്ന് പറഞ്ഞാൽ ഹലാല് ഭക്ഷിക്കുന്നതിനും വലിയ പ്രാധാന്യം നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യം വഹിച്ച ഒരു യുദ്ധമാണ് ഹർബൽ ഫിജാർ. ഹർബൽ ഫിജാർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം 15 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ്, അതിൻ്റെ ഇടയ്ക്കുള്ള വയസ്സിനിടയിലാണ് ഫിജാർ യുദ്ധം നടക്കുന്നത്. ഫിജാർ യുദ്ധം എന്ന് പറഞ്ഞാൽ വിശുദ്ധ മാസങ്ങളുടെ പവിത്രമായ മാസങ്ങളുണ്ടല്ലോ, ആ മാസങ്ങളുടെ പവിത്രത ലംഘിച്ച് ഖുറൈശും ഖൈസ് ഗോത്രങ്ങളും തമ്മിൽ നടന്ന യുദ്ധമാണ് ഫിജാർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നേരിട്ട് യുദ്ധം ചെയ്തിട്ടില്ല. പക്ഷേ അവിടുന്ന് തൻ്റെ പിതൃ സഹോദരന്മാർക്ക് അമ്പുകൾ ശേഖരിച്ചു കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഹർബൽ ഫിജാർ യുദ്ധം ആ സമയത്തുള്ള പ്രത്യേകമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 15-20 വയസ്സിനുള്ള ഇടയ്ക്കുള്ള ഒരു സംഭവമാണ്, പ്രധാനമായ ഒരു കാര്യമാണ് എന്നുള്ള നിലക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹിൽഫൽ ഫുദൂൽ എന്ന് പറഞ്ഞാൽ അന്യായത്തിനിരയായ ആളുകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഖുറൈശികളിലെ ചിലർ രൂപീകരിച്ച ഒരു സഖ്യമാണ് യഥാർത്ഥത്തിൽ ഹിൽഫൽ ഫുദൂൽ എന്ന് പറയുന്നത്. ഫിജാർ യുദ്ധത്തിന് ശേഷം ഖുറൈശിലെ പ്രമുഖർ അനീതിക്കെതിരെ ഒരു ഉടമ്പടി രൂപീകരിച്ചു. അത് ഹിൽഫൽ ഫുദൂൽ എന്ന പേരിൽ പ്രസിദ്ധമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉടമ്പടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ഇസ്ലാമിലും ഇത്തരം ഒരു ഉടമ്പടിയിലേക്ക് എന്നെ വിളിച്ചാൽ ഞാൻ പങ്കെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ പ്രധാനമായും പണ്ഡിതന്മാർ പറയുന്നത് ഹിൽഫുൽ ഫുദൂലിൻ്റെ ലക്ഷ്യം പീഡിതരെ സംരക്ഷിക്കുക, അതുപോലെ അനീതി തടയുക, അവകാശങ്ങൾ തിരികെ നൽകുക, ശക്തനും ദുർബലനും ഒരേ നീതി ഉറപ്പാക്കുക. ഇത് ഇസ്ലാം നീതിയെ എത്രമാത്രം വിലമതിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇസ്ലാം നീതിക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് മുതൽ ഹിൽഫുൽ ഫുദൂൽ വരെയുള്ള ഭാഗത്ത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അനാഥരെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ വലിയ പുണ്യമാണ്. മാത്രമല്ല കുടുംബത്തിൻ്റെ സ്നേഹവും കരുതലും ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ അധ്വാനിക്കാൻ തുടങ്ങി. എല്ലാ പ്രവാചകന്മാരും അധ്വാനത്തിൻ്റെ മഹത്വം ജീവിതത്തിലൂടെയാണ് പഠിപ്പിച്ചു തന്നത്. ഓരോരുത്തരുടെയും അവരവരുടെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ ദുർബലരായ ആളുകളെ സംരക്ഷിക്കുകയും നീതി സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് 16-ാമത്തെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വ്യക്തമായി മുഴുവനായി പഠിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.